അഭയാരണ്യം മനുഷ്യനും പ്രകൃതിയും ചേർന്ന് ജീവിക്കുന്ന ഒരു ശാന്തലോകം. ഇവിടെ നിലകൊള്ളുന്ന വൻമരങ്ങൾ ഈ ഭൂമിയുടെ ശ്വാസമാണ്. ഈ മരങ്ങൾ മൃഗങ്ങൾക്കും പക്ഷികൾക്കും തണലും ആഹാരവുമാണ്. അഭയാരണ്യത്തിൽ കാണപ്പെടുന്ന ചില പ്രധാന വൻമരങ്ങളാണ് അരയാൽ, താന്നി, മഹാഗണി, ചേല, രക്തചന്ദനം, തേക്ക്, പന, ചീനി എന്നിവ. ഇവ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയും പ്രാധാന്യവുമുണ്ട്. അരയാൽ വൃക്ഷം വലിയ വേരുകളോടും വീതിയേറിയ ശാഖകളോടും കൂടി നിൽക്കുന്ന കാടിന്റെ തണലാണ്. അനവധി പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ഇതിന്റെ നിഴൽ അഭയമായി മാറുന്നു. താളി വൃക്ഷമാകട്ടെ വലിയ ഇലകളും ഉറച്ച തണ്ടുകളും ഉള്ളതാണ്. അതിന്റെ തണൽ കാടിന്റെ നിശ്ചലതയും ശാന്തതയും നിറഞ്ഞിരിക്കുന്നു. അഭയാരണ്യത്തിലെ പച്ചപ്പിനിടയിൽ അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന ഒരു മനോഹര വൃക്ഷമാണ് മഹാഗണി. നീളമേറിയ തടി, ചുവപ്പിൻ തിളക്കമുള്ള കട്ടിയുള്ള തൊലിയുമാണ് ഇതിന്റെ പ്രത്യേകത. നനവുള്ള മണ്ണിൽ വളരുന്ന മനോഹരമായ വൃക്ഷങ്ങളിലൊന്നാണ് ചേല. ഇത് ഉയരമുള്ളതും ദൃഢവുമായ വൃക്ഷമാണ്. അപൂർവവും ഔഷധ ഗുണമുള്ളതുമായ പ്രകൃതിയുടെ അമൂല്യ നിധിയാണ് രക്തചന്ദനം. ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന തൊലി ഇതിന്റെ പ്രത്യേകതയാണ്. തേക്കുമരം പ്രകൃതിയുടെ ദൃഢതയും നിലനിൽപ്പിന്റെയും പ്രതീകമാണ്. ഉയരമുള്ള തണ്ടും വീതിയേറിയ ഇലകളും ഉള്ള ഈ വൃക്ഷം പച്ചപ്പും ഭംഗിയും കൂട്ടുന്ന ഒന്നാണ്. അഭയാരണ്യത്തിന്റെ മനോഹാരിത എടുത്തു കാണിക്കുന്ന മറ്റൊരു വൃക്ഷമാണ് പന. നീളമേറിയതും ഉയർന്നു നിൽക്കുന്നതുമായ ഈ വൃക്ഷം പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്നു. ചീനി വൃക്ഷമാകട്ടെ വായുവിനെ ശുദ്ധമാക്കുകയും കാടിന്റെ അന്തരീക്ഷം സുതാര്യമാക്കുകയും ചെയ്യുന്നു. അഭയാരണ്യത്തിലെ ഈ എല്ലാ വൻമരങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ഒരൊറ്റ സന്ദേശമാണ്: പ്രകൃതിയെ സ്നേഹിക്കുക, അതിനെ സംരക്ഷിക്കുക.